ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ടിപ്പായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിളക്ക്, തട്ട്, ഭസ്മപാത്രങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറച്ച് മണികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആകെ ഒരു ക്ലായ്പ് പിടിച്ച പോലെയാണ് കേട്ടോ. ഓടിൻ്റെയാണ്. അപ്പോൾ അതുപോലെ ആദ്യത്തെ പോലെയുള്ളൊരു തിളക്കമൊന്നും ഇപ്പോൾ ഇതിനില്ല. ആകെ അങ്ങോട്ട് കറ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കിതൊരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കൊരു ടിപ്പ് ഉപയോഗിച്ചിട്ട് അടിപൊളി പുതിയതുപോലെ ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടിപ്പ് എന്താണെന്നറിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. കൂട്ടാക്കി കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ മറക്കാതെ പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നമുക്ക് എന്താ ഈ ടിപ്സ് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ആ ഒരു വട്ടപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം തിളപ്പിച്ച് വെള്ളം കേട്ടോ, നല്ലോണം വെട്ടി തിളച്ച വെള്ളം വേണം കേട്ടോ. അത് ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. അതും ഞാൻ നമ്മുടെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ മുറിച്ച് അതിൻ്റെ 2 കഷ്ണം നന്നായി പിഴിഞ്ഞ് ഈ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ തൊലിയും ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് എടുക്കട്ടെ, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നന്നായി പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഈ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഇല്ലേ, ഓടിൻ്റെ പാത്രങ്ങൾ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയിടണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കർപ്പൂരത്തിൻ്റെ തട്ടാണത്. പിന്നെ ചെറിയൊരു പറയുണ്ടായിരുന്നു, അതും കുഞ്ഞിയ വിളക്കും ഒരു മണിയും ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ നമ്മുടെ സാമ്യമുറിയിൽ വെക്കണതാണ് കേട്ടോ. ഒരാഴ്ചയിലൊരിക്കലൊക്കെ നമ്മളിതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് മുങ്ങിക്കെടുക്കണ പാകത്തിന് വെള്ളം എടുക്കണം കേട്ടോ. ഞാൻ എടുത്ത വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തിളച്ച വെള്ളം ഒന്നുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ മുങ്ങിക്കെടുക്കണ പാകമായിട്ടോ കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിതൊരു 1 മണിക്കൂറൊക്കെ നമുക്കിതുപോലെ മുക്കി വെക്കാം കേട്ടോ. കൂടുതൽ നേരം മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നല്ലതാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് അടുപ്പമ്മ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിന് ചൂടില്ലെങ്കിൽ നമ്മൾ നല്ലോണം തിളച്ച വെള്ളം എടുത്തിട്ടുള്ളത്, അപ്പോൾ പിന്നെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഞാനിതൊന്ന് മുക്കിയിട്ടിട്ട് വരാം കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ചൂടാറിയിട്ടില്ല. ചൂടാറിയതിന് ശേഷമാണ് നമുക്കിതൊന്ന് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സ്ഥിതിന്ന്. അപ്പോൾ ഇതൊന്ന് ഞാൻ സ്പൂൺ കൊണ്ട് പൊക്കുമ്പോൾ നിങ്ങൾ അടിയിലത്തെ തട്ടിൻ്റെ നിറം കണ്ടില്ലേ, എങ്ങനെയുള്ള സാധനമായിരുന്നു ഇത്. അപ്പം ഞാൻ അധികം നേരമൊന്നും ആയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വെള്ളത്തിൻ്റെ ചൂട് മാറിയിട്ടില്ല. അപ്പോൾ തന്നെ ഈ ഒരു കളറ് വന്നെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ ആദ്യം എന്തായാലും ഞെട്ടിപ്പോട്ടെ. അപ്പോൾ ഞാൻ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ മറച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചെറുനാരങ്ങയുടെയും ഈ പുളിയുടെയും ഒക്കെ കറ എത്തട്ടേന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത വെള്ളത്തിൻ്റെ നിറം ആകെ അങ്ങോട്ട് മാറിയിട്ടോ. കണ്ടാൽ നന്നായിട്ട് ചൂടുണ്ട്. ചൂടുള്ള കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് ഉരച്ച് വൃത്തിയാക്കാം കേട്ടോ. കണ്ട പിന്നെ ഞാൻ ആ വിളക്കിൻ്റെ ഉള്ളിൽ ആകെ ഒരു ക്ലായ്പ് പിടിച്ചിട്ടുള്ള ഒരു പച്ച നിറമല്ലേ, ഈ എണ്ണയൊക്കെ ഇരുന്നിട്ട് കുറേ നാളങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പച്ച ക്ലായ്പ് വരും കേട്ടോ. അപ്പോൾ കണ്ട ഞാനൊന്ന് പിടിക്കാൻ പറ്റുന്ന പാകമാകുമ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ സ്പൂൺ കൊണ്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇതിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു പോരുന്ന പോലെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. നമ്മൾ വല്ലാണ്ട് ഉരയ്ക്കൊന്നും വേണ്ട. കണ്ടില്ലേ, ഞാൻ സ്പൂൺ കൊണ്ട് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കേട്ടോ. പിന്നെ ഞാൻ ദേ ഒരു തട്ടെടുത്തിട്ട് ഒരു സ്ക്രബ് എടുത്തിട്ട് ഒരു തിരി നമ്മൾ എന്ത് ലിക്വിഡ് ഉപയോഗിക്കണേന്ന് വെച്ചാൽ ആ ലിക്വിഡ് എടുത്തിട്ട് ഒന്ന് ഉരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് അങ്ങനെ അമർത്തി ഉരയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മതി കേട്ടോ. ഒരു വെളിച്ചെണ്ണയുടെയും എണ്ണയുടെയും ഒക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിക്വിഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അധികം പ്രസ് ചെയ്യണമൊന്നുമില്ല. ഞാൻ സ്ക്രബ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ലിക്വിഡിലൊന്ന് തൊട്ടിട്ട് ഒന്ന് ഉരച്ചെടുക്കുക കേട്ടോ. ഉരയ്ക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. കണ്ട ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ നല്ലോണം തിളങ്ങുകയാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പം അത്ര നേരം അതിലിട്ട് വെച്ച കാരണം തന്നെ നല്ലോണം അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടകളിലൊക്കെ ഉള്ളത് ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രബ് ഒന്ന് വെച്ചിട്ട് ഉരയ്ക്കണത് കേട്ടോ. ഒരുവിധമൊക്കെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ച് ഇതാക്കട്ടെ. അധികം പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് മുറിക്കൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് എല്ലാം പോകും കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ലിക്വിഡോ സോപ്പോ എന്താ വേണമെങ്കിൽ വെച്ചിട്ട് ഉരയ്ക്കാം കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണയുടെയും എണ്ണയുടെയും ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഈ സോപ്പും സാധനങ്ങളും ഒന്നും എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പണ്ടൊക്കെ വെണ്ണീറും പുളിയൊക്കെ വെച്ചിട്ടാണ് ഉരച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് അതുപോലെയും വെണ്ണീറായാലും കുഴപ്പമില്ല കേട്ടോ. വെണ്ണീർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ണീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിറകൊക്കെ കത്തിക്കണ അതില്ലേ, അതിനായിട്ട് നമ്മളിവിടെ വെണ്ണീർ എന്നാട്ടാ പറയുക. ചാരം അതിനെയാണ് പറയുക. അതും കൊണ്ടും ഉരച്ചാലും നന്നായിട്ട് ഈ സോപ്പിൻ്റെ പതയൊക്കെ പോവും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വിം ലിക്വിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തോളൂ കേട്ടോ. ഈ സ്ക്രബ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഈ വിളക്കിൻ്റെ ഉള്ളിലത്തെ ഈ ക്ലായ്പൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ടിപ്പാണ് അത്. അപ്പോൾ ആഴ്ചയിൽ ഇതൊന്നും നമ്മൾ അധികം ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് വിളക്കും കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെ ആക്കുക വെച്ചാൽ തന്നെ നല്ലോണം ക്ലീനായി കിട്ടും. പിന്നെ ഞാൻ ചെറുനാരങ്ങയുടെ തൊലി എന്താ അതിലിട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തേച്ചതിന് ശേഷം ഇത് ചെറുനാരങ്ങ കൂടി അങ്ങോട്ട് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ തൊലി കൊണ്ട് ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വെട്ടി തിളങ്ങണ പോലെ നല്ല നിറം കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വിളക്കിൻ്റെ ഉള്ളിലത്തെയൊക്കെ കണ്ടില്ലേ എത്ര ക്ലീനായിട്ടാണ് പോയതെന്നറിയോ. അപ്പോൾ സൂപ്പർ ട്രിപ്പാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കൊന്ന് നിങ്ങൾ കണ്ടോക്ക് കേട്ടോ. നമ്മളിത് എല്ലാം കഴിഞ്ഞ് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ വിളക്കിൻ്റെ ലുക്കും ഇപ്പോഴത്തെ നമ്മുടെ വിളക്കിൻ്റെ ലുക്കും ഒന്ന് കണ്ടു നോക്കി നോക്ക്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.